അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ചാനലിലെ. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ നമ്മുടെ കയ്യിലുള്ള ഈസി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് എടുത്തു. എന്നിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളാണ്. അതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാളയുടെ ഒരു നല്ല വഴന്നതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടലും. ചിലവർ രണ്ടും ഒരുമിച്ചിടും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുള്ളൂ. ഇതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കുന്നത് രണ്ടിൻ്റെയും ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റിൻ്റെയും സവാളയുടെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി വഴറ്റി വന്നപ്പോൾ ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ വെക്കുന്ന റൈസിനനുസരിച്ചിട്ടാണ് മസാല വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ലേശം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുരുമുളക് പൊടി, ലേശം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് കുക്കറിൽ ബീഫ് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു അറിയുന്ന ഒരു കുറച്ച് ലേശം ആ ഒരു രീതിയിലായിട്ട് ഞാൻ അളവൊന്നും നോക്കിയില്ല, അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്തത്. അതിന് ശേഷം ലേശം 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 15 മിനിറ്റോളം ഞാനിവിടെ ഇളക്കി കൊടുത്ത് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദമ്മ് ഇടാൻ തയ്യാറാക്കാം. ദമ്മിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ബീഫും നല്ല വെന്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റി ആവുള്ളൂ. ഞാൻ ബീഫ് വെന്ത് വന്നത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വെന്ത് വന്നതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ദമ്മ് ഇട്ടു. അതിന് മുകളിലേക്ക് റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് ലേശം കുരുമുളക്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മസാലയ്ക്ക് ഞാൻ പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ വന്നിട്ടുണ്ടായില്ല. സോ നിങ്ങൾ മറക്കരുത്, അതിട്ട് കൊടുക്കണം. ഇനി ഞാനിതാ ദമ്മിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കണം കേട്ടോ. ഇതിന് ഞാൻ മസാലയിൽ ലേശം തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ വന്നിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ തൈര് പുതിനയിൽ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് മസാല റെഡിയാക്കാം. എന്നിട്ട് ഞാൻ വറുത്ത് വെച്ച സവാളയും കൂടി ആഡ് ചെയ്തിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദമ്മിന് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഞാൻ ദമ്മ് വെച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു കുറഞ്ഞ സാധനം കൊണ്ട് ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.